സുഹൃത്തുക്കളെ, നമ്മുടെ ഫെയർനെസ് ചാലഞ്ചിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണിത്. കഴിഞ്ഞ 2 വീഡിയോ നിങ്ങൾ കണ്ടു, അതുപോലെ ചെയ്യുന്നുണ്ട്, നല്ല റിസൾട്ട് ഉണ്ട് എന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. നമ്മൾ ഫേഷ്യൽ മസാജ് ചെയ്തു, ഫേഷ്യൽ എക്സസൈസ് ചെയ്തു. എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു പക്ഷേ നിങ്ങളിൽ പലരും ആദ്യമായിട്ടായിരിക്കുമല്ലോ ഫേസിലൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് പോകുന്നത് അല്ലേ? പലരും എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഹാപ്പിയാണ്, നിങ്ങളും ഹാപ്പിയാണ്. നമ്മളിപ്പോൾ അസുഖമൊക്കെ ആയിട്ടിരിക്കുന്ന ടൈമല്ലേ, നമ്മളെ ശ്രദ്ധിക്കാനുള്ളൊരു ടൈമാണ് ഇപ്പോൾ. നമുക്ക് എന്തെങ്കിലും പ്രതിസന്ധിയൊക്കെ വരുമ്പോൾ നമ്മൾ അതിൽ തളർന്നു പോവാതെ എങ്ങനെ കൂടുതൽ ഇമ്പ്രൂവ് ആവാം, എന്നെ കൂടുതൽ എങ്ങനെ നന്നാക്കി എടുക്കാം, അതിനുള്ളൊരു ടൈമായിട്ട് നമ്മൾ കരുതുക. ഇതുവരെ നമ്മളെ ശ്രദ്ധിച്ചിട്ടില്ലല്ലോ. സാധാരണ എങ്ങനെയാണ്, ഒരു കൈക്ക് വേദന വരുമ്പോൾ നമ്മൾ അയ്യോ കയ്യിൻ്റെ കാര്യം അറിയാം, അതങ്ങനെയാണ്. നന്നായിട്ടിരിക്കുമ്പോൾ നമ്മളൊന്നും ശ്രദ്ധിക്കില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഒന്ന് ഗ്ലോ ആവണം, ഹാപ്പി ആയിട്ടിരിക്കണം എന്നൊക്കെ ഉണ്ട്. അതിനുള്ള ഒരു വഴിയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നേ തുറന്നു വെച്ചിരിക്കുന്നത്. നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചതാണ്. പിന്നെ ഈ അസുഖമൊന്നുമില്ലാത്ത സുന്ദരിമാരെ സുന്ദരന്മാരെ മടിച്ചുകളെ അല്ലേ, ഒരു അരമണിക്കൂർ നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കാൻ നിങ്ങൾക്ക് സമയമല്ല. അതുപോലെ തന്നെ ഇപ്പോൾ അടുത്ത മാസം നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ട്, ഫ്രണ്ടിൻ്റെ മാരേജ് ആണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റിസപ്ഷൻ ഉണ്ട്, നമുക്കൊന്ന് ഫേസൊക്കെ ഒന്ന് ഗ്ലോ ആവണം എന്നുള്ളവർ കൂടി വന്നോളൂ. ഇവിടെ പരിഹാരമുണ്ട്. നമ്മൾ പാർലറിലൊക്കെ പോയി എത്ര ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യും? ഇതൊന്നും വേണ്ട. ഡെയിലി ഒരു അരമണിക്കൂർ നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചാൽ, ഒരു മാസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ ഇതിൻ്റെ റിസൾട്ട് അത്ഭുതകരമായിരിക്കും, ഉറപ്പാണ്. ഇന്ന് മുതൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോ. നിങ്ങൾക്ക് അടുത്ത മാസം എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് മുതൽ തുടങ്ങിക്കോ. ഇനി നിങ്ങളുടെ തന്നെ മാരേജ് ആയാലും നിങ്ങളുടെ റിസൾട്ട് കണ്ട് നിങ്ങൾ ഞെട്ടും, ഉറപ്പാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി പാക്കാണ്, നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് ടൈറ്റ് ആവാൻ വേണ്ടി. നമ്മുടെ കിച്ചണിലുള്ള ഇൻഗ്രീഡിയൻ്റ് എടുത്തിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. എന്താണെന്നല്ലേ കാണിച്ചു തരാം. ഒരു എഗ്ഗ്, ഒരു ചെറുനാരങ്ങ, ഹണി ഉണ്ട്. നമ്മൾ എഗ് വൈറ്റ് എടുക്കാൻ പോവുകയാണ്. ഒരല്പം എടുത്താൽ മതിയിട്ട്, നമുക്ക് ഒരൊറ്റ നേരത്തേക്കുള്ളതാണ് ഇത്. നമുക്ക് അങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ നന്നായിട്ട് സൂക്ഷിച്ചാൽ നാളെയും നമുക്കിത് ഉപയോഗിക്കാം. എന്നിട്ട് ഒരു ചെറിയ പീസ് ചെറുനാരങ്ങ മതി. ചെറിയ പീസ് ചെറുനാരങ്ങ നന്നായിട്ട് പിഴിഞ്ഞൊഴിക്കുക. നിങ്ങൾ കരുതുക ഇതിന് നന്നായിട്ട് സ്മെല്ലുണ്ടാവുന്നതൊക്കെ, ഇതിന് ഈ ചെറുനാരങ്ങയുടെ ഇത് കൂടെ വരുമ്പോൾ മിക്സ് ചെയ്യുമ്പോൾ തീരെ സ്മെല്ലുണ്ടാവില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരിത്തിരി റോസ് വാട്ടർ, 1-2 തുള്ളി റോസ് വാട്ടർ ഇതിൽ ആഡ് ചെയ്യാം. വൈറ്റമിൻ ഇ ഓയിലിൽ 1-2 തുള്ളി ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നത് ഒരു തുള്ളി, 1-2 തുള്ളി ഹണിയാണ്. ഒരു അല്പം ഹണി ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് ഇതിലേക്ക്. ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കൂ. അത്ഭുതം നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിൽ കാണാം. 2 പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് വ്യത്യാസം, നല്ല ഗ്ലോ ഉണ്ടാവും. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് നല്ലപോലെ. ഇത് മുഖത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സംസാരിക്കരുത്, കാരണം നമ്മുടെ സ്കിന്നൊക്കെ വലിയും. അപ്പോൾ ഇത് നമ്മൾ ചുളിവൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. വൈറ്റമിൻ സി ആണ് ഇതിൽ കണ്ടൻറ്റ്, നമ്മുടെ കൊളാജനൊക്കെ വർദ്ധിക്കും. അപ്പോൾ ഒരിക്കലും നിങ്ങളിത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സംസാരിക്കരുത്. അപ്പോൾ ഞാനും സംസാരം നിർത്തും, ഞാനും അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഒരു 10-15 മിനിറ്റ് വെക്കുമ്പോഴേക്കും ഇത് നന്നായിട്ട് ഉണങ്ങും കേട്ടോ. ഉണങ്ങിയിട്ട് ഇങ്ങനെ ടൈറ്റ് ആവും സ്കിന്ന്. അപ്പോൾ നമ്മൾ സംസാരിക്കാതിരിക്കുക. നിങ്ങൾ എന്ത് ജോലിത്തിരക്കിനിടയിലും കിച്ചണിൽ നിന്നൊക്കെ നിങ്ങൾക്കിത് പെട്ടെന്ന് തന്നെ നിങ്ങൾക്കിത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ഫേഷ്യലാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഹണിയൊന്നും ഇല്ലെങ്കിലും ഈ കോഴിമുട്ടയുടെ വെള്ളയും ചെറുനാരങ്ങ നീരും ധാരാളമാണ്. എപ്പോഴും നമുക്ക് ഹണിയൊന്നും കിട്ടിക്കൊള്ളുന്നില്ല. പിന്നെ അരിപ്പൊടിയൊക്കെ വേണമെങ്കിൽ നമുക്ക് എപ്പോഴും കിച്ചണിൽ ഉണ്ടാകുന്നതാണ് അല്ലേ, അതൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇത് ഉണങ്ങുന്നതിന് മുമ്പ് നമുക്ക് സംസാരം നിർത്തണം അല്ലേ. നിങ്ങളും ഇത് ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ദയവായിട്ട് സംസാരിക്കാതിരിക്കുക. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. നമുക്ക് 4ാമത്തെ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. എല്ലാവരും ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് ഉറപ്പാണ്. അപ്പോൾ ഇത്രയും ഞാൻ ഗ്ലോ ആയിട്ടിരിക്കുന്നത് ഞാനിത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നത് കൊണ്ടാണ്. നിങ്ങൾക്കറിയാം, എൻ്റെ പഴയ വീഡിയോസൊക്കെ എടുത്ത് നോക്കിയാൽ ട്രീറ്റ്മെൻറ്റിലൂടെ കടന്നു പോകുമ്പോൾ എൻ്റെ ഫേസ് എങ്ങനെയായിരുന്നു ഇരുന്നത്, ഇപ്പോൾ ഉള്ള ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളും അങ്ങനെയാവാൻ പോവുകയാണ്. ഓരോരുത്തരും ഇനി നാളെ നിങ്ങൾ എന്നോട് ചോദിച്ച പോലെ ചോദിക്കും, എന്താണ് നിൻ്റെ ഫേസിൽ ഇത്രയും ഗ്ലോ എന്ന്. അപ്പോൾ എൻ്റെ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. ലവ് യു ഓൾ. ബൈ ബൈ.